ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ചില ടോപ്പിക്സ് അന്നത്തെ വീഡിയോയിൽ പറയാത്തതുണ്ടായി. അപ്പോൾ അതും കൂടെ ചേർത്ത് ആദ്യത്തെ ടോപ്പിക്സും കൂടെ മിക്സ് ചെയ്ത് ആ ചാപ്റ്റർ മൊത്തത്തിലാണ് ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിൽ നമുക്ക് നമ്പേഴ്സ് അറിയാം. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് n, ഇൻറ്റിജേഴ്സ് ഉണ്ട് z, റാഷണൽ നമ്പേഴ്സ് q, p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഓക്കെ, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ പല ടൈപ്പിൽ നമ്പേഴ്സ് ഉണ്ടെന്നുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആദ്യം പറയുന്നുണ്ട്. സെറ്റ് എന്താണെന്ന് ആണ് പിന്നീട് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്, കൃത്യമായി പറയാൻ സാധിക്കുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു കൂട്ടമായിട്ട് കോമയിട്ട് എഴുതി കർലി ബ്രാക്കറ്റ്സിനകത്ത് ഇടുന്നതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഒരു സെറ്റ് എഴുതുന്നു. സെറ്റ് 1 2 3 4 5 ഇതൊരു സെറ്റാണെന്ന് പറയാം. എലമെന്റ്സിനെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ സെറ്റിന്റെ അകത്തുള്ള ഓരോന്നിനെ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എലമെന്റ്സിനെല്ലാം കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കേർലി ബ്രാക്കറ്റ്സ് ഇട്ടിട്ടുണ്ട്. വേറെ ബ്രാക്കറ്റ്സ് ഒന്നും ഇടാൻ പാടില്ല, കേർലി ബ്രാക്കറ്റ്സ് തന്നെ ഇടണം. അപ്പോൾ സെറ്റ് നമുക്ക് പല രീതിക്ക് എഴുതാൻ. അതിലൊരു രീതിയാണ് റോസ്റ്റർ ഫോം, ഇങ്ങനെ പെറുക്കിയെടുത്ത് എഴുതുന്ന രീതിയാണ് റോസ്റ്റർ ഫോം. രണ്ടാമത്തെ രീതിയാണ് സെറ്റ് ബിൽഡർ ഫോം, കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സെറ്റ് എന്ന് വേണമെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിനെ പറയാവുന്നതാണ്. അതായത് ഈ സെറ്റിന് തന്നെ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്ന സമയത്ത് സ്റ്റേ ഈക്വൽ ടു അതിലെ എലമെന്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 6 ആൻഡ് എക്സ് ബിലോങ്സ് ടു n. ഓക്കെ, അതായത് എ എന്നുള്ള സെറ്റിലെ എക്സ് എന്നുള്ള ഒരു എലമെന്റ് എടുത്താൽ ആ എലമെന്റ് 6നേക്കാൾ ചെറുതായിരിക്കും, അതൊരു നാച്ചുറൽ നമ്പറിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കും. ഈ എന്നുള്ളത് ബിലോങ്സ് ടു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത്. ഇനി എന്താണ് വോയിഡ് സെറ്റ്, എംപ്റ്റി സെറ്റ്, നൾ സെറ്റ് എന്ന് നോക്കാം. അതായത് ഒരു സെറ്റ് എടുക്കാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ 2 ആൻഡ് എക്സ് ബിലോങ്സ് ടു n. ഓക്കെ, അതായത് ഇവിടെ തന്നിരിക്കുന്നത് സെറ്റ് എയില് എക്സ് എന്ന് പറയുന്ന എലമെന്റ് 1നും 2നും ഇടയ്ക്കായിട്ടുള്ള നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെ നാച്ചുറൽ നമ്പർ ഒന്നും ഇല്ല. സോ എ എന്നുള്ള സെറ്റ് ഒരു നൾ സെറ്റ് ആണ്. നൾ സെറ്റ് കാണിക്കാൻ വെറുതെ കർലി ബ്രാക്കറ്റ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ 5 എന്നുള്ള ലെറ്റർ ഇട്ടാലും മതി. അങ്ങനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ്സ് കാണിക്കുക. പിന്നെ ഫൈനൈറ്റ് സെറ്റ്സും ഇൻഫൈനൈറ്റ് സെറ്റ്സും ഉണ്ട്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന സെറ്റ്സ് ആണ് ഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് പോകുന്ന സെറ്റ്സ് ആണ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. അതാലോചിക്കുക. പിന്നെ ഉള്ളത് ഈക്വൽ സെറ്റ്, അതായത് സെറ്റ് 1 2ഉം സെറ്റ് 2 1ഉം രണ്ട് സെറ്റുകളാണ്, എയും ബിയും. ഓക്കെ, ഈ രണ്ട് സെറ്റിലെയും എലമെന്റ്സ് രണ്ടിനും കോമൺ ആണ്. ഓക്കെ, എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട്. സോ ഇവർ ഈക്വൽ സെറ്റുകളാണെന്ന് പറയാം. ഇനി സബ്സെറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ സെറ്റ് എ 1 2 3 4 5, സെറ്റ് ബി 1 2 3. ഓക്കെ, ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്. സോ നമുക്ക് എഴുതാം ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എയുടെ ഒരു കുഞ്ഞനിയനാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി സബ്സെറ്റ് ഓഫ് ഒരു കുഞ്ഞ് സെറ്റ് ഓഫ് എ എന്ന് പറയാം. പക്ഷെ ബി നോട്ട് ഈക്വൽ ടു എ ആണ്. ബി എക്ക് തുല്യമല്ല, പക്ഷെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റ്സ് എഴുതാം. നമുക്കൊരു ഫോർമുല ഉണ്ട്, 2n. ഓക്കെ, ഇപ്പോൾ ഒരു എലമെന്റ് ആണെങ്കിൽ അതിന് 2n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ ഒരു എലമെന്റ് ആണെങ്കിൽ 2(1) രണ്ട് ഇതുണ്ടാകും. ഒന്ന് അതേ സെറ്റ് തന്നെ ഉണ്ടാകും, പിന്നെ ഒരു നൾ സെറ്റ്. ഓക്കെ, ഇനി സെറ്റ് 1 2. അപ്പൊ അതിന് നമ്പർ ഓഫ് എലമെന്റ്സ് 2 ആണ്. അപ്പൊ 2(2) എലമെന്റ്സ് ഉണ്ടാകും. അതായത് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2, പിന്നെ എല്ലാ സെറ്റും നൾ സെറ്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇനി -1 0 1 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാം. അപ്പൊ അതിന്റെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതെടുത്ത് എഴുതുക. -1 0 1, പിന്നെ അതേ സെറ്റ് തന്നെ -1 0 1, പിന്നെ രണ്ടെണ്ണം വെച്ച് -1 0 -1 1 0 1, പിന്നെ നൾ സെറ്റ്. 8 എലമെന്റ്സ് ആയി. 3 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് 2(3) 8 സബ്സെറ്റ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്ന് നോക്കാം. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഇപ്പൊ ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. കാര്യം ഈ സെറ്റിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സെറ്റിനെ ഇന്റർവെല്ലാക്കി എഴുതുക നോക്കാം. ഓക്കെ, അതായത് ഞാനൊരു സെറ്റ് എഴുതി ഇങ്ങനെ 5 6 ഇങ്ങനെ ഒരു ഇത് എഴുതി. അപ്പൊ അതിന്റെ ഇന്റർവെൽ എഴുതുക എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്
5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ഇങ്ങനെ വരും. ഈ ടൈപ്പ് ബ്രാക്കറ്റ് ആണെങ്കിൽ ഇവിടെ ഈ സൈൻ മാത്രമേ വരികയുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെ വരുമെന്ന് ഓർത്തു. ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ, ഇത് ഓപ്പൺ ഇന്റർവെൽ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ ഇടണം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്ലോസ്ഡ് ഇന്റർവെൽ വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ വെറുതെ ലെസ് ദാൻ ഇട്ടാൽ മതി. ഓക്കെ, അതുപോലെ വേറെ ഒരെണ്ണം 5 6 ഹാഫ് ഓപ്പൺഡ് ഹാഫ് ക്ലോസ്ഡ് അങ്ങനെ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെസ് ദാനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതണം. ഓക്കെ, ഇനി ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ. എങ്ങനെയാണ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. ഇങ്ങനെയാണ് നമ്മൾ ഇന്റർവെൽസ് എഴുതുന്നത്. ഇത് റിയൽ നമ്പേഴ്സിന് മാത്രമാണ്, അതായത് എക്സ് എലമെന്റ് ഓഫ് 6 ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് 2 ഓപ്പൺസ് കൊടുക്കും. എ ബി ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഡാർക്കൻ ചെയ്താണ് കാണിക്കുന്നത്. ഇനി യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മേലെ നിൽക്കുന്നത്, ഓക്കെ, എല്ലാത്തിനും അടങ്ങിയിരിക്കുന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഒരു യൂണിവേഴ്സൽ സെറ്റ് എടുത്തും സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 11 എക്സ് ബിലോങ്സ് ടു n ഈ സെറ്റ് എടുത്തു. അപ്പൊ ഈ സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 1 to 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നീട്ടി എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി എന്നുള്ളതാണ്. എ ഇസ് ഈക്വൽ ടു സെറ്റ് 2 5. ഓക്കെ, അപ്പൊ ഈ എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. എല്ലാ സെറ്റുകളുടെയും ഒരു മാതാവ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക. എല്ലാവരും അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇനി വെൻ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. സെറ്റുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വെൻ ഡയഗ്രാം. 2 സെറ്റുകളാണെങ്കിൽ നമ്മൾ അതിന് ഇങ്ങനെ കൊടുക്കാം, സെറ്റ് എയും സെറ്റ് ബിയും. ഓക്കെ, എയും ബിയും. ആ 2 സെറ്റുകൾ ഇന്റർസെക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഷെയ്ഡ് ചെയ്യാം, എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, 2 സെറ്റുകളുടെയും കൂടെ കോമൺ എടുത്തു. ഓക്കെ, അവർ രണ്ടുപേരും ചേർത്ത് എ യൂണിയൻ ബി എടുക്കാം. ഓക്കെ, ഒരു സെറ്റ് എടുത്തു എ. ആ എയിൽ പെടാത്ത പോർഷൻ, ഈ പോർഷൻ എ കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ ബി സെറ്റ് തന്നു. എയിലുണ്ട് പക്ഷെ ബിയിലെ വരാൻ പാടില്ലാത്ത പോർഷൻ, അതാണ് എ മൈനസ് ബി. വേറൊരു പോർഷൻ റെക്റ്റാങ്കിള്, ഇത് ബി മൈനസ് എ. ബിന്ന് എയിലെ പോർഷൻ എടുത്തു കളയുന്നതാണ് ബി മൈനസ് എ. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാംസ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ചില ഓപ്പറേഷൻസ് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് തന്നു, അതിന് എ ബി സി സെറ്റ് തന്നാൽ നമുക്ക് ഓരോന്നിന്റെയും യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ എടുക്കുന്ന വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ എന്ന് പറയുമ്പോൾ 2 സെറ്റുകളും കൂടെ എല്ലാ എലമെന്റ്സും എടുത്ത് ഒന്നുകൂടെ എഴുതുക, അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. 2നെയും കൂടെ ചേർത്ത് എഴുതുന്നു. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ളത് മാത്രം പെറുക്കിയെടുത്ത് എഴുതുന്നതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് തരും, എ എന്നുള്ളൊരു സെറ്റും തരും. എയിൽ ഇല്ലാത്ത എലിമെന്റ്സ് പെറുക്കിയെടുത്ത് എഴുതുന്നതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. മൈനസ് എന്ന് പറയുന്നത് ഇപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ളതും ബിയിലുള്ളത് കളയുകയും വേണം, അതാണ് മൈനസ് എ മൈനസ് ബി അങ്ങനെയൊക്കെ പറയുന്നത്. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റിലെയും ഒരു എലമെന്റ്സും കോമൺ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ ഒരു ആൾജിബ്ര പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാല് എക്സ് എലമെന്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അതായത് ഇതിലൊരു ടൈം എക്സ് എടുത്താൽ ആ എക്സ് എന്ന് പറയുന്നത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അപ്പോൾ യൂണിയൻ ആകുമ്പോൾ എക്സ് എയിലെ എലമെന്റ് ആകാം അല്ലെങ്കിൽ ബിയിലെ എലമെന്റ് ആകാം, അതാണ്. ഇനി എ കോംപ്ലിമെന്റ് ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് യൂണിവേഴ്സൽ സെറ്റിലുണ്ട് പക്ഷേ എക്സ് എന്ന് പറയുന്ന എലമെന്റ് എയിലില്ല, അതാണ് ഈ കോംപ്ലിമെന്റ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എയിലുണ്ട് പക്ഷേ എക്സ് ബിയിലില്ല. ഓക്കെ, അതാണ്. അപ്പൊ ഇത് എ ഇന്റർസെക്ഷൻ ബി, ഇത് എ യൂണിയൻ ബി, ഇത് എ കോംപ്ലിമെന്റ്, ഇത് എ മൈനസ് ബി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളത്
എടുത്തെഴുതുക രണ്ട് സെറ്റിലും. യൂണിയൻ എന്ന് പറയുമ്പോൾ ആ രണ്ട് സെറ്റിനും കൂടി ചേർത്തല്ല എഴുതുക, റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റ് വിട്ടിട്ട് ബാക്കി വരുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് പെറുക്കി എഴുതാനുള്ളതാണ്. ഓക്കെ, നമുക്ക് സെറ്റിന്റെ ചില ഫീച്ചേഴ്സ് നോക്കാം. അതായത് സിമ്പിൾ ഫീച്ചേഴ്സ് ആണ്. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ, ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ലോ എന്ന് പറയും. അതുപോലെ എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ, ഇത് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയും. പിന്നെ എ യൂണിയൻ എ എടുത്താൽ എ തന്നെ കിട്ടും, എ യൂണിയൻ നൾ സെറ്റ് എടുത്താൽ എ തന്നെ കിട്ടും, എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇത് തന്നെ ഇന്റർസെക്ഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവും ഉണ്ട് അസോസിയേറ്റീവും ഉണ്ട്. എ ഇന്റർസെക്ഷൻ എ എടുത്താൽ നമുക്ക് എ തന്നെ കിട്ടും, യൂണിയൻ പോലെ തന്നെ. എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് എടുത്താൽ നമുക്ക് നൾ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഒന്നുമില്ല. പിന്നെ എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും, ആ സെറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഈ ഒരു ഫീച്ചറും ഉണ്ട്. പിന്നെ ഡിമോർഗൻസ് ലോ, അത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതിന്റെ രണ്ടിന്റെയും കോംപ്ലിമെന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈനും വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും, ചെറിയൊരു തെറ്റ്. അതുപോലെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ രണ്ടിനും കോംപ്ലിമെന്റ് വീതിച്ചു കൊടുക്കുക, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ഇടുക. ഇതാണ് ഡിമോർഗൻസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.